കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം ഭരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം ഭരിച്ചു. ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സുസ്വാഗതം. ഇന്ന് ഭഗവാൻ ചിന്താലേശൻ പറഞ്ഞു തന്ന ചില കാര്യങ്ങൾ ഭക്തർക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുകയാണ്. കാരണം പ്രധാനമായി നമുക്ക് പ്രാർത്ഥനയും ഭക്തിയും ഒക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മളുടെ ആഹാര രീതിയും ഈശ്വരാധീനവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഇന്ന് ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഭഗവാൻ പറഞ്ഞതുണ്ട്, എന്നാലും ഫസ്റ്റ് എപ്പിസോഡിൽ ഞാൻ പറയാൻ പോകുന്നത് ശരിക്ക് ആഹാരവും അല്ലെങ്കിൽ നമ്മൾ ഈശ്വരാധീനവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്, നമ്മളിൽ ഈശ്വരാധീനം കുറയുന്നു, എന്തുകൊണ്ടാണ് ഈശ്വരാധീനം നിലനിൽക്കാൻ പറ്റാത്തത്, എന്തുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, എന്തുകൊണ്ട് എനിക്ക് റെഗുലറായിട്ട് അമ്പലത്തിൽ പോകാൻ പറ്റുന്നില്ല എന്നുള്ളതിൻ്റെ കാരണം ഭഗവാൻ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുകയാണ്. ഒരുപാട് അറിവുള്ള ആൾക്കാർ ഈ ചാനലിലുണ്ട്, ചാനൽ കാണുന്നുണ്ട്. അവർ ഇത്തരം വീഡിയോകളെ വിമർശിക്കുന്നതിന് പകരം നിങ്ങളെ വലിയ അറിവുകൾ ഈ ഞങ്ങളെപ്പോലെ അറിവില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി വന്ന് ചാനലിലൂടെ ഭഗവാന്റെ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞു കൊടുത്താൽ അത് വളരെ നന്നായിരിക്കും. ആൾക്കാർ പരസ്പരം അറിയാനും പരസ്പരം അറിവുകൾ ഷെയർ ചെയ്യാനും ഭഗവാന്റെ അത്ഭുതങ്ങൾ മറ്റ് ഭക്തരിലേക്ക് കൊണ്ടെത്തിക്കാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ ചാനൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് യാതൊരു വ്യക്തിക്കും അവരുടെ നല്ല നല്ല കാര്യങ്ങൾ മറ്റ് ഭക്തർക്കൊക്കെ എത്തിക്കുക, ഇത് തന്നെയാണ് തമ്പുരാനും ആഗ്രഹിച്ചത്. അത് എന്നാൽ കഴിയുന്ന രീതിയിൽ ചെറിയ രീതിയിൽ ഞാൻ ഇത് ചെയ്തു പോകുന്നു എന്ന് മാത്രം ഈ ചാനൽ തുടങ്ങി ഇപ്പോൾ 100 എപ്പിസോഡിൽ കൂടുതൽ ഈ ചാനൽ റൺ ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു. ഇതിനെ ശരിക്കും പറഞ്ഞാൽ ഈ ചാനൽ നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചവർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വിരലിൽ എണ്ണാവുന്നവർ പോലും ഇല്ല. നിരുത്സാഹിപ്പിക്കുകയും പല രീതിയിൽ വേദനിപ്പിക്കുകയും ചെയ്തവരാണ് ഭഗവാന്റെ ഭക്തന്മാരെന്ന് പറയുന്ന പലരും. അപ്പോൾ ഇന്ന് നമുക്ക് പറയാൻ പോകുന്ന ഭഗവാൻ നിർദ്ദേശിച്ച അടുത്ത ഒരു എപ്പിസോഡായി പറയാൻ പോകുന്നത് നമ്മളുടെ ആഹാരവും അതുപോലെ ഈശ്വരാധീനവും. ഈശ്വരാധീനം വർദ്ധിപ്പിക്കണമെങ്കിൽ ആഹാര ക്രമീകരണം വേണം. കർമ്മഫലത്തിനൊപ്പം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്കൊപ്പം ആഹാര ക്രമീകരണം ഉണ്ടാവണം. അതിനെക്കുറിച്ചാണ് ഭഗവാന്റെ ചില നിർദ്ദേശങ്ങൾ ഞാൻ ഭക്തർക്ക് വേണ്ടി ഷെയർ ചെയ്യണേ. നമ്മൾ ആഹാരം എന്ന് പറയുമ്പോൾ നമ്മൾ എന്ന് പറഞ്ഞ മനുഷ്യ ജീവിക്ക് കഴിക്കാനായിട്ട് പ്രകൃതി
അല്ലെങ്കിൽ പ്രപഞ്ചം ഒരുക്കിയിരിക്കുന്നത് വളരെ വിഭവസമൃദ്ധമായ ആഹാരമാണ്. മനുഷ്യർക്ക് ഉള്ള അത്ര ആഹാരം മറ്റു ഒരു ജീവജാലങ്ങൾക്കും പ്രകൃതി ഒരുക്കിയിട്ടില്ല. അപ്പോൾ പ്രപഞ്ചശക്തി നമുക്ക് തന്നിരിക്കുന്ന ആഹാരം, അതായത് ഈ പ്രകൃതിയിലുള്ള എല്ലാ പഴവർഗ്ഗങ്ങൾ നമുക്ക് കഴിക്കാം, എല്ലാ ധാന്യങ്ങളും നമുക്ക് കഴിക്കാം, എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളും നമുക്ക് കഴിക്കാം, ഇലവർഗ്ഗങ്ങൾ കഴിക്കാം. അതായത് എണ്ണിയാൽ തീരാത്തതായിട്ടുള്ള വിഭവങ്ങൾ പ്രപഞ്ചം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഈ ആഹാരങ്ങൾ എല്ലാം പോയിട്ട്, ഇതെല്ലാം നമ്മൾ കഴിക്കുന്നുണ്ട്, ഇതെല്ലാം പോയിട്ടാണ് നമ്മൾ മറ്റ് ജീവജാലങ്ങളെ തിന്നണേ. പ്രകൃതിയിലുള്ള മാംസബുക്കുകളായിട്ടുള്ള ജീവികൾ, ജീവികൾ നമുക്കറിയാം. മാംസബുക്കുകൾക്ക് ഒരേ ഒരു സാധനം മാത്രമേ അവർക്ക് കഴിക്കാനുള്ളൂ, അത് മാംസം മാത്രം. അവർക്ക് പറഞ്ഞിരിക്കുന്നത് എന്താണ്? മാംസം മാത്രമേ ഉള്ളൂ മാംസബുക്കുകൾക്ക്, മറ്റൊന്നും അവർക്ക് കഴിക്കാൻ പറ്റില്ല. അവർക്ക് പ്രകൃതി ഒരുക്കിയിരിക്കുന്നത്, പ്രപഞ്ചശക്തി കൊടുത്തിരിക്കുന്നത്, നീ മാംസം കഴിച്ച് ജീവിച്ചോളുക എന്നാണ്. മനുഷ്യൻ മാംസബുക്കല്ല. ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ പ്രപഞ്ചത്തിൻ്റെ മക്കളാണ് എല്ലാ ജീവജാലങ്ങളും. സർവ്വജീവികളും പ്രപഞ്ചത്തിൻ്റെ മക്കളാണ്. നമ്മൾ ഒരു ജീവിയെ കൊന്ന് തിന്നുമ്പോൾ നമ്മൾ ഒരു കാര്യം അറിയേണ്ടത്, മനുഷ്യൻ പോയിട്ട് മറ്റെല്ലാ ജീവജാലങ്ങൾക്കും, കാരണം പ്രകൃതിയുടെ മക്കളായി ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും അവർക്ക് ആത്മജ്ഞാനമുണ്ട്, പ്രകൃതിയുടെ ജ്ഞാനമുണ്ട്. പ്രകൃതി അവർക്ക് പ്രത്യേക കഴിവ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും നമുക്കാണ് കഴിവെന്ന്. നമുക്കൊരു കഴിവുമില്ല. നമ്മൾ മറ്റോരോ ജീവികളുടെ കഴിവിനെ ആസ്പദമാക്കി നമുക്കൊരു കഴിവുമില്ല. ഉദാഹരണം, ഒരു കടന്തൽ, അത് വയ്ക്കുന്ന ഒരു കൂട്, ഒരു കടന്തൽ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു കൂട്, എത്ര പ്രകൃതിക്ഷോഭം വന്നാലും ആ കൂട് നഷ്ടപ്പെടത്തില്ല, അതിനകത്ത് വെള്ളം കയറത്തില്ല. എന്ത് നല്ല ചിത്രപ്പണി ചെയ്ത് അത് തയ്യാറാക്കി അതിൻ്റെ അറകളൊക്കെ ഉണ്ടാക്കി അത് വച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അത് ഏത് എഞ്ചിനീയർ എവിടെ പോയി, ഏത് എഞ്ചിനീയറിംഗ് കോളേജിൽ പോയി പഠിച്ചിട്ടാണ് വെച്ചത്? ഒന്നുമല്ല. അവർക്ക്, അതാണ് ഞാൻ പറഞ്ഞ, ഓരോ ജീവിക്കും അവരുടേതായ കഴിവുണ്ട്, അവരുടേതായ അറിവുണ്ട്. പ്രപഞ്ചം അവർക്കെല്ലാം ശക്തി കൊടുക്കുന്നുണ്ട്. അവരൊന്നും കോളേജിൽ പോയി എഴുതി പഠിച്ചിട്ടുണ്ടെന്നല്ല, പ്രപഞ്ചശക്തി അവർക്കെല്ലാം അറിവ് കൊടുക്കും. അതാണ്, പ്രപഞ്ചമാണ് ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി. അതിൽ നിന്ന് അറിവ് കിട്ടിത്തുടങ്ങിയാൽ അതാണ് ആത്മജ്ഞാനത്തിനുള്ള ഏറ്റവും വലിയ അറിവ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ മക്കളാണ് എല്ലാ ജീവജാലങ്ങളും. ഇവിടുത്തെ ആടാവട്ടെ, പോത്താവട്ടെ, കാളയാവട്ടെ, പശുവാവട്ടെ, കോഴിയാവട്ടെ, ഈ ജീവികളെല്ലാം പ്രകൃതി മാതാവിൻ്റെ മക്കളാണ്. നമ്മളൊരു ജീവിയെ കൊന്ന് തിന്നുമ്പോൾ ആ ജീവി നേരത്തെ അറിയാണ് എന്നെ കൊല്ലാൻ പോകുന്നു എന്ന്. നമ്മളെ കൊല്ലാൻ പോകുന്നു എന്നറിയുന്ന ജീവി അതിനെ കെട്ടിയിട്ടിരിക്കുകയാണ്, അത് ബന്ധനസ്ഥനാക്കി വച്ചിരിക്കുകയാണ്. അപ്പോൾ അത് അറിയുകയാണ് എന്നെ ദാ കൊല്ലാനായിട്ട് പോവുകയാണ്. ഈ ജീവി അതിൻ്റെ സർവ കർമ്മഫലവും, എല്ലാ ജീവിക്കും കർമ്മഫലമുണ്ട്. അറിയുക, എല്ലാ ജീവിക്കും. നമുക്ക് കർമ്മഫലമുള്ളതുപോലെ എല്ലാ ജീവജാലങ്ങൾക്കും കർമ്മഫലമുണ്ട്. ആ കർമ്മഫലം അവർ ഇല്ലാതാവുന്നതോടുകൂടി ആ കർമ്മഫലം അവരുടെ ബോഡിയിലേക്ക് ആഗിരണം ചെയ്യും. അവരുടെ സർവ്വസങ്കടവും സർവ്വവിഷമങ്ങളും ആ ബോഡിയിലേക്ക് അവർ ആഗിരണം ചെയ്യും. നമ്മൾ ആ ജീവിയെ കൊന്ന് അതിൻ്റെ മാംസം കഴിക്കുമ്പോൾ ആ കർമ്മഫലം തിന്നെയാണെന്ന് അറിയുക. ആ കർമ്മഫലം നമ്മൾ കഴിക്കുകയാണ്. ഈ കർമ്മഫലം കഴിച്ചിട്ട്
നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിനെ. നമ്മളെ സഹജീവിയെ തിന്നുകൊണ്ട്, നമ്മളിലുള്ള ഈശ്വരൻ്റെ അംശമാണ് ആ ജീവൻ, നമ്മളിലിരിക്കുന്ന ജീവനും ആ ജീവിയിലിരിക്കുന്ന ജീവനും തുല്യമാണ്. അതിനെ കൊന്നിട്ട് അതിനെ തിന്നിട്ട് ദൈവത്തിൻ്റെ അടുത്ത് പോയി എനിക്ക് അത് വന്നു ഇത് വന്നു എന്ന് പറഞ്ഞ് നിലവിളിച്ചത് കൊണ്ട് ദൈവം തിരിഞ്ഞു നോക്കത്തില്ല. കാരണം ആളുകൾ ദുരിതം അനുഭവിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഭഗവാൻ ഒരിക്കൽ പറയേണ്ടതാണ്, ഈ ജീവികളെ കൊന്ന് തിന്നുന്നതാണ്. എല്ലാ ജീവിക്കും ആ ജീവിയുടെ പ്രാണനാണ് അതിന് ഏറ്റവും വിലപ്പെട്ടത്. പ്രാണനാൽ വിലപ്പെട്ടതായി ഒന്നുമില്ല ആർക്കും. എല്ലാ ജീവൻ്റെയും വിലപ്പെട്ടത് അതിൻ്റെ പ്രാണനാണ്. ഒരു ജീവിയും പ്രാണവെപ്രാളപ്പെടാതെ മരണമടയൂല. ഒരു മീന് പോലും പിടയ്ക്കാതെ ചാവൂല. അത് പിടയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രാണൻ വെടിയുമ്പോൾ ആ പ്രാണനിൽ അതിൻ്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് പോകുമ്പോൾ അത് കംപ്ലീറ്റ് എനർജിയും ബോഡിയിൽ വിട്ടിട്ടാണ് പോണേ. ആ ജീവിയെ തിന്നുന്നതോടുകൂടി ഓരോ ദിവസവും ഓരോ പുതിയ 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 ജീവികളെ തിന്ന് കർമ്മഫലം അത്രയും ഉള്ളിലാക്കുകയാണ്. അല്ലൊക്കെ പറയും കൊന്നാൽ പാവം തിന്നാൽ തീരും. ഒരിക്കലും അല്ല, കൊന്നാൽ പാവം തിന്നാൽ തീരുമോ എന്നാണ്. കൊന്നാൽ പാവം തിന്നാൽ തീരുമോ? തിന്നാൽ തീരൂല. ആ കർമ്മഫലവും കൂടി ആ വ്യക്തിയിലേക്ക് അടക്കം ചെയ്യുകയാണ്. അപ്പോൾ പ്രകൃതി ശരിക്കും പ്രപഞ്ചശക്തി നമുക്ക് സർവ്വ വിഭവങ്ങളും തന്നിട്ട് പിന്നെയും അതിക്രമിച്ച് പാവം ജീവികളെ കൊന്ന് തിന്നിട്ട് നമുക്ക് കഷ്ടത വരുന്നു, എനിക്ക് ദുഃഖം വരുന്നു എന്ന് പറഞ്ഞിട്ട് അമ്പലത്തിലും ദേവാലയങ്ങളിലും പോയി പ്രാർത്ഥിക്കുകയാണ്. ഒരു ദേവാലയത്തിൽ തലേ ദിവസം മാംസം കഴിച്ച് കിടന്നിട്ട് ഒരു ജീവിയെ തിന്ന് കിടന്നിട്ട് അത് ബോഡിയിൽ നിന്ന് പോകാതെ തന്നെ രാവിലെ എഴിച്ച് കുളിച്ച് ദേഹത്തൊക്കെ നല്ല സോപ്പൊക്കെ തേച്ച്, മണക്കണ സോപ്പൊക്കെ തേച്ച് നല്ല വസ്ത്രം ധരിച്ച് ക്ഷേത്രത്തിലേക്ക് ചെല്ലുമ്പോൾ ആ ദേവൻ തന്നെ അവിടുന്ന് ശപിച്ചു വിടും. ആ ദേവൻ തന്നെ ശപിക്കും. കാരണം എൻ്റെ സഹജീവിയെ, എൻ്റെ മക്കളെ തിന്നിട്ട് നീ വന്ന് നിന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ ദുഃഖം മാറാൻ. നീ ചെയ്ത മഹാപാപത്തിന് ഫലമായിട്ടല്ല, ചെറിയ ചെറിയ ദോഷങ്ങളാണ് ഇവനുള്ളത്. അവൻ ചെയ്തിട്ട് വന്നത് മഹാപാപമാണ്, പാപം ജീവിയെ കൊന്ന് തിന്നിട്ട്. രാവിലെ പെറ്റമ്മ പോലെയാണ് പശു. പശു ഗോഹത്യ മഹാപാപം എന്ന് പറയാൻ കാരണം എന്താണ്? പശു എന്ന് പറഞ്ഞാൽ ശരിക്ക് സെക്കൻഡ് മാതാവാണ്. ഒരു പൊടിക്കുഞ്ഞ് അതിന് മുലപ്പാൽ കുടിക്കാൻ അമ്മയുടെ മുലപ്പാൽ കിട്ടാതെ വന്നാൽ അടുത്ത് ആശ്രയിക്കുന്നത് പശുവും പാലിനെയാണ്. ഒരു സ്ത്രീ എത്ര കാലം ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ എടുക്കുന്നുവോ അത്രയും ദിവസം എടുക്കും പശു, ഒരു ഗോമാതാവ്. അപ്പോൾ അമ്മയും പശുവും തുല്യമാണ്. രാവിലെ അതിനെ കറന്നു കുടിച്ച് പാല് കുടിച്ചിട്ട് ഉച്ചയ്ക്ക് അതിനെ വെട്ടി തിന്നും. ഇത്രയും മഹാഭാവം ചെയ്യുന്ന വേറെ ഒരു ജീവിയും ഇല്ല, മനുഷ്യ മൃഗമല്ലാതെ. അപ്പോൾ ഈ കർമ്മം കുറയ്ക്കാൻ വന്ന നമ്മൾ ഓരോ ദിവസം കഴിയും തോറും കർമ്മം കൂട്ടി 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 കൊണ്ടുപോവുകയാണ്. ഈ കർമ്മഫലം, ഓരോ ജീവിയുടെ കർമ്മഫലം തിന്ന് 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 വയറ്റിന് അസുഖം, അത് കഴിഞ്ഞ് മാരകമായ രോഗങ്ങൾ, ക്യാൻസർ, അത് ഇത് ഇങ്ങനെ മഹാവ്യാധികൾക്ക് അടിമപ്പെട്ട് ഒരു ദൈവവും നമ്മളെ തുടയ്ക്കില്ല. ഈ മഹാപാപം എടുത്താൽ ആ മഹാപാപത്തിൻ്റെ ഫലം എടുക്കുന്നവരനുഭവിക്കും. ഇങ്ങനെ ശവം തിന്നുകളായ നമ്മളെപ്പോലെയുള്ള ദുഷ്ടാത്മാക്കൾ ചെയ്തു വെച്ച മഹാപാപമാണ് ഭഗവാൻ അവസാനം അനുഭവിക്കേണ്ടി വന്നത്. ചാനലിലൂടെ തന്നെ പലരും ഭഗവാന്റെ മഹാത്മ്യത്തെക്കുറിച്ച് ഓരോരുത്തർ പറയുമ്പോൾ പിന്നെ ഭഗവാൻ ശരിക്ക് എന്തിനാണ് വെന്റിലേറ്ററിൽ കിടന്നത് എന്ന് ഒരു മഹാൻ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ചാനലിലൂടെ ചോദിച്ചിരുന്നു. മഹാത്മാവേ, അങ്ങക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് നിന്നെപ്പോലെ ഉള്ള മഹാപാപികൾ ചെയ്ത മഹാപാപം ഏറ്റെടുത്താണ് സാക്ഷാൽ ഭഗവാൻ ശരശയ്യയിൽ കിടന്നതുപോലെ കിടന്ന് കഷ്ടപ്പെടേണ്ടി വന്നത്. എന്നെപ്പോലെയുള്ള മഹാപാപികൾ ചെയ്ത മഹാപാപത്തിൻ്റെ ഫലം.
എന്നിട്ടും ഭഗവാൻ ഇതെല്ലാം അനുഭവിച്ചിട്ട് പോയിട്ടും നമ്മൾ മാറാൻ തയ്യാറല്ല. ഇപ്പോഴും കാളയും തിന്ന്, പോത്തിനെയും തിന്ന്, ആട്ടിനെയും തിന്ന്, കോഴിയും തിന്ന്, വീട്ടിൽ കെട്ടിയിട്ട് ആഹാരം കൊടുത്ത് വളർത്തുന്ന കൊച്ചുമക്കളെപ്പോലെ ഭാര്യയിട്ട് വളർത്തുന്ന സാധനത്തിനെ എല്ലാം നമ്മളെ സ്നേഹിച്ച് വളർന്ന സ്വന്തം മക്കളെപ്പോലെ വളർത്തിയ ഇതിനെ ഒരു സുപ്രഭാതത്തിൽ ഒരു വിശേഷ ദിവസം വരുമ്പോൾ അതിനെ വെട്ടി തിന്ന് സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ മഹാവിപത്തുകൾ കേരളത്തിലുണ്ടായി, പല വിധത്തിലുള്ള വിപത്തുകൾ വന്നു. ഭഗവാൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഞാൻ ഈ പറയണേ. മഹാവിപത്തുകൾ വന്നു. എത്രയോ പേര് മണ്ണിൻ്റെ അടിയിൽ പോയി കയ്യും കാലും ഇട്ട് അടിച്ച് ജീവന് വേണ്ടി, പ്രാണന് വേണ്ടി കിടന്ന് നിലവിളിച്ചു. പ്രാണൻ രക്ഷിക്കാൻ പറ്റിയില്ല. പ്രകൃതി മാതാവിന്, പ്രപഞ്ചശക്തിക്ക് ഇത് കണ്ട് ഒരു വിഷമവും വരത്തില്ല. നമുക്ക് കണ്ടപ്പം വിഷമം വന്നു. പല രാഷ്ട്രീയക്കാർ പരസ്പരം പലയിടത്തു നിന്ന് പ്രസംഗിക്കാറുണ്ട്. ഒരു വ്യക്തിയെ എത്രയോ വെട്ടി കൊന്നു, തുണ്ടാക്കി കൊന്നു. ഈ പറയുന്ന അവനും എത്രയോ വെട്ടിയാണ് ഓരോ ജീവിയെ നിരന്തരം തിന്നുകൊണ്ടിരിക്കണേ. എത്ര വെട്ടിയാണ് ഓരോ ജീവിയെ കൊന്നിട്ട് അതിനെ കഷ്ണങ്ങളാക്കി അവൻ തിന്നുകൊണ്ടിരിക്കണേ. അപ്പോൾ പ്രപഞ്ചത്തിന് ഈ മക്കളെല്ലാം തുല്യരാണ്. ഇപ്പോൾ ശരിക്ക് ഇന്ത്യ മഹാരാജ്യത്ത് ഞാൻ ഏകദേശം സ്റ്റേറ്റുകളിലും സഞ്ചരിച്ചിട്ടുണ്ട്. കൊച്ചു കേരളം, ദൈവത്തിൻ്റെ സ്വന്തം നാട്, ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന കേരളത്തിൽ തിന്നുന്ന അത്രയും മാംസം, അത്രയും ജീവികളെ കൊന്ന് തിന്നുന്ന മറ്റൊരു സ്റ്റേറ്റും ഇല്ല. പശുവിനെയും ഒക്കെ കാളയൊക്കെ വെട്ടി തിന്നുന്ന മറ്റ് സ്റ്റേറ്റുകൾ വളരെ കുറവാണ്. ഏറ്റവും കൂടുതൽ ലഹരി സാധനങ്ങൾ ഉപയോഗിക്കുന്നത് ഇവിടെയാണ്. മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ രാക്ഷസീയ ആഹാരങ്ങൾ കഴിക്കുന്ന ഇവിടെയാണ്. അപ്പോൾ ഇവിടെ ഇനിയും മഹാവിപത്തുകളുണ്ടാവും. കാരണം നമ്മൾ മാറാൻ തയ്യാറാവുന്നില്ല. നമ്മൾ മാറാതെ നമ്മൾ ദൈവത്തെ കൊണ്ട് മാറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ആശ്രമത്തിൽ തന്നെ നാമജപത്തിന് വേണ്ടി മുറവിളി കൂടുകയാണ്. നമ്മളെ സെക്രട്ടറിയും അതുപോലെ പഴയ പ്രസിഡൻറ്റും കമ്മിറ്റി മെമ്പർമാരും എല്ലാ ദിവസവും ഉന്നയിക്കുന്ന ഒന്നാണ് നാമജപങ്ങൾ പോരാ. നാമജപത്തിന് ആൾ റെഗുലറായിട്ട് വരുന്നില്ല. എന്തുകൊണ്ട് വരുന്നില്ല? നാമജപം ഇതുപോലെയുള്ള ഒരു മഹാക്ഷേത്രത്തിൽ, ഒരു മഹാ ആശ്രമം എന്ന് പറയുമ്പോൾ 12 ക്ഷേത്രത്തിന്, മഹാക്ഷേത്രത്തിന് സമമാണ് ഒരു ആശ്രമം. ഭഗവാന്റെ ജീവസമാധി കുടികൊള്ളുന്ന അല്ലെങ്കിൽ ഭഗവാന്റെ പ്രസൻസ് ഉള്ള 3 ആശ്രമങ്ങളിലും നാമം പറയാൻ വരണമെങ്കിൽ നിങ്ങളിൽ ഉള്ളിൽ ശുദ്ധതയുണ്ടാവണം. ആ ശുദ്ധതയില്ലാത്തവർ 2 ദിവസം അവരെ പൊക്കി വലിച്ച് കൊണ്ടുവന്നാൽ 3ൻ്റെ അന്ന് അവന് വരാൻ പറ്റില്ല. കാരണം അവനിലേക്കുള്ള നെഗറ്റീവ് ഇളവും, അവന് വരാനുള്ള ചിന്താഗതി ഉണ്ടാകത്തില്ല. രാവിലെ പോകണമെന്ന് വിചാരിച്ചാൽ അവൻ ഉറങ്ങിപ്പോവും. അവൻ മറ്റെന്തെങ്കിലും കാരണത്താൽ അവനെ അല്ലെങ്കിൽ അസുഖാവസ്ഥയിലേക്ക് പെടുത്തും. അപ്പോൾ നമ്മളുടെ ആഹാര രീതിയും ഭക്തിയും തമ്മിലുള്ള ബന്ധമാണ്. മിനിമം നമ്മളൊരു മാംസാഹാരം കഴിച്ചാൽ 7 ദിവസം എടുത്താൽ മാത്രമേ ഇത് ശരീരത്തിൽ നിന്ന് പൂർണ്ണമായി പുറത്തു പോകത്തുള്ളൂ. 7 ദിവസം മിനിമം എടുക്കണം. എങ്കിൽ മാത്രമേ ശരീരത്തിൽ നിന്ന് ഈ കഴിച്ച മാംസത്തിൻ്റെ എനർജി, നെഗറ്റീവ് എനർജി പുറത്തു പോകത്തുള്ളൂ. ഇന്നിപ്പോൾ അമ്മ മക്കൾക്ക് മുലപ്പാൽ കൊടുക്കും. എന്തിനാണ്? അമ്മ മുലപ്പാലിൻ്റെ ശക്തി ആണ് മക്കൾക്ക് അമ്മയുമായിട്ടുള്ള സ്നേഹം. ഗർഭപാത്രത്തിൽ കിടക്കുന്നതിനേക്കാൾ ഏറ്റവും സ്നേഹം അമ്മയുടെ മുലപ്പാലാണ്. മുലപ്പാൽ എത്രത്തോളം കുടിച്ചിട്ടുള്ള മക്കളോ അത്രയും അമ്മയുമായിട്ട് സ്നേഹം ഉണ്ടാവും. ഇപ്പോൾ മുലപ്പാലിന് പകരം മറ്റ് മൃഗങ്ങളുടെ മാംസം കൊടുത്തുകൊണ്ട് വരുമ്പോൾ ആ മൃഗത്തോടു കൂടി സ്നേഹം കൂടും. അമ്മയുടെ അച്ഛൻ്റെ കൂടെയല്ല സ്നേഹം. നമ്മൾ എന്താണോ കഴിക്കുന്നത് അതിനോടാണ് സ്നേഹം. മാംസം അധികമായിട്ട് കഴിക്കുന്ന മാംസത്തോടും, ലഹരി സാധനങ്ങൾ കോളയും അതുപോലെയുള്ള സാധനങ്ങൾ കഴിക്കുന്ന അതിനോടും സ്നേഹം കൂടും. അപ്പോൾ അച്ഛൻ പറഞ്ഞാൽ കേൾക്കത്തില്ല മക്കൾ, അമ്മ പറഞ്ഞാൽ കേൾക്കത്തില്ല മക്കൾ, മക്കളുടെ ഇഷ്ടത്തിന് പോകും. കാരണം എന്താണ്? അവർ ശീലിച്ച് വരുന്ന സാധനങ്ങൾ എന്താണ്?
ഈ രാക്ഷസീയ ആഹാരങ്ങളാവുമ്പോൾ അവർക്ക് ആരെ കൂടെയും പ്രതിബദ്ധതയില്ല. അവർക്ക് പ്രാർത്ഥിക്കാൻ തോന്നൂല, ദൈവവിശ്വാസം കുറയും. അവരെ ദൈവവിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് മാംസം നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല. നമ്മൾ മാംസാഹാരം നിർത്തിയാൽ തന്നെ, അല്ലെങ്കിൽ ശവം തീറ്റി നിർത്തിയാൽ തന്നെ രോഗത്തിൻ്റെ ശമനം കുറയും. നിങ്ങൾക്ക് അസുഖാവസ്ഥയിൽ നിന്ന് നിങ്ങൾ മുക്തമാവാൻ തുടങ്ങും. മാത്രമല്ല ക്രിമിനൽ വാസനകൾ കുറയും. മറ്റൊന്ന്, നമ്മൾ ഈശ്വരാധീനം വർദ്ധിക്കും. നമ്മൾ എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവാധീനം കൂടും, ദൈവാധീനം വർദ്ധിക്കും. അപ്പോൾ ഈ മാംസാഹാരം ഒഴിവാക്കിക്കൊണ്ട് പോയാൽ നിങ്ങളുടെ കർമ്മഫലം കുറയ്ക്കാൻ പറ്റും. കർമ്മഫലം കുറയ്ക്കാനായിട്ട് ഭഗവാൻ പറഞ്ഞു തന്ന ചില കാര്യങ്ങൾ കൂടെ പറയാം. ഞാൻ വീണ്ടും പറയുകയാണ്, ഈ ശവം തിന്നുകൊണ്ട് ഞാൻ ഈ പറയുന്നതൊന്നും നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾക്ക് ഗുണത്തിലേറെ ദോഷമുണ്ടാവും. ഞാൻ ഈ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങളുടെ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാവും, മക്കൾക്ക് ഐശ്വര്യം ഉണ്ടാവും, നിങ്ങൾക്ക് നാൾക്ക് നാൾ പ്രോഗ്രസ് ഉണ്ടാവും, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഞാൻ ഈ പറയുന്നതിന് മുമ്പ് ഭക്തി ഉണ്ടാവാൻ, നിങ്ങൾക്ക് ഗുണമുണ്ടാവാൻ പ്രാർത്ഥന വേണം. അതിനൊപ്പം തന്നെ നിങ്ങൾ മാറണം. ആദ്യം ശവം തീറ്റി നിർത്തണം. മറ്റ് മൃഗങ്ങളെല്ലാം ശവം തിന്നാറുണ്ട്. എങ്ങനെയാണ്? ആ ശവം ഒരു ജീവിയെ പിടിച്ച് തിന്ന് അതിൻ്റെ മാംസം കഴിച്ചിട്ട് ബാക്കി ഉപേക്ഷിച്ചിട്ട് പോവും. അത് ചിലപ്പോൾ മറ്റേതെങ്കിലും ശക്തിയില്ലാത്ത മൃഗങ്ങൾ കഴിക്കും. പക്ഷേ മനുഷ്യമൃഗം അങ്ങനെയല്ല. ജീവിയെ തിന്നിട്ട് ബാക്കി അതിനെ ശവക്കറി കഴിച്ച് തിന്നുകൊണ്ട് അതിനെ വീണ്ടും മോർച്ചറിയിൽ വയ്ക്കും, അതായത് ഫ്രിഡ്ജിൽ. വീണ്ടും എടുത്ത് ചൂടാക്കി തിന്നും. ഇങ്ങനെ ഒരേ സാധനം എത്രയോ പ്രാവശ്യം ശവക്കല്ലറയിൽ വച്ചിട്ട് കല്ലറയിൽ നിന്ന് എടുത്ത് തിന്നുന്ന ഒരേ ഒരു മനുഷ്യ മൃഗമേ മാത്രമേ ഉള്ളൂ. ഇതും കഴിച്ചിട്ടാണ് ദൈവാധീനം കൂട്ടാൻ നടക്കുന്നത്, ദൈവത്തെ വിളിക്കാൻ നടക്കുന്നത്, ഭക്തി ഉണ്ടാവണമെന്നും പറഞ്ഞ് നടക്കുന്നത്. ഒരു ഭക്തിയും ഉണ്ടാകത്തില്ല. ശരിക്ക് പലതരത്തിലുള്ള വിപത്തുകളുണ്ടാവും. എത്രത്തോളം ദൈവത്തെ വിളിക്കുന്നുവോ ദൈവത്തിൽ നിന്ന് നിന്നേ ഉണ്ടാവും. രാക്ഷസീയ ആഹാരം കഴിച്ച് രാക്ഷസീയമായ കാര്യങ്ങളും ചെയ്ത് നുണയും കുണ്ടണിയും മറ്റ് കാര്യങ്ങളും കൂടുതലായിട്ട് പറഞ്ഞാൽ എന്താണ്? ഇവൻ കഴിക്കുന്ന ആഹാരമാണ്. ഇവനൊരിക്കലും നന്മ വരില്ല. ആരെയും നന്മയായിട്ട് കാണാൻ പറ്റില്ല, ആരെയും പറയുന്നത് നല്ലതായിട്ട് കാണാൻ പറ്റത്തില്ല. കാരണം അവൻ കഴിക്കുന്നതും അവൻ ചിന്തിക്കുന്നതും കഴിക്കുന്നതനുസരിച്ച് അവന് ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവൻ ഓരോരുത്തരെ കുറ്റം പറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു വേദിയിൽ ഇപ്പം ചാനലിൽ വന്നെന്ന് സംസാരിക്കണം എന്ന് വിളിച്ച് ആർക്കും വരാൻ പറ്റില്ല. കാരണം എന്താണ്? അവനിലിരിക്കുന്ന നെഗറ്റീവ് ശക്തി ഇതാണ്. ഈ ഭഗവാന്റെ സന്നിധിയിൽ വന്നെന്ന് പറയണമെങ്കിൽ അതെങ്ങനെ പറയാൻ പറ്റും? രാക്ഷസി ആഹാരം കഴിച്ചുകൊണ്ട് നല്ല കാര്യങ്ങൾ പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ അവന് മനസ്സ് വരില്ല. അപ്പോൾ ഇത് ഞാൻ ഈ പറയാൻ പോണ കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക. ഈ മാറ്റം വരുത്തിക്കൊണ്ട് നിങ്ങൾ മാറുകയാണെങ്കിൽ നിങ്ങളെ കുടുംബത്തിലെ ദുരിതം മാറും. നിങ്ങൾക്കിതാ നല്ല ഒരു ഉയർച്ച ഉണ്ടാവും. ഇത് ഭഗവാന്റെ നിർദ്ദേശം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. കാരണം ഇതൊന്നും പറയണ്ട എന്ന് വിചാരിച്ചതാണ്. കുറേയെങ്കിലും മാറ്റം വരുന്നെങ്കിൽ വരട്ടെ. ആരെങ്കിലും ഒരാളെങ്കിലും ഇത് കേട്ട് ശ്രവിച്ച് മാറ്റം വരാൻ തയ്യാറായാൽ അത് ഭഗവാന്റെ വചനം കൊണ്ട് മാറി എന്ന് വിചാരിച്ചോളുക. എൻ്റെ ഇതുകൊണ്ടല്ല, ഞാൻ അതിനുള്ള പ്രാപ്തനൊന്നുമല്ല, എനിക്കത്ര അറിവൊന്നുമില്ല. ഞാൻ എൻ്റെ ഭഗവാൻ പറഞ്ഞു തന്ന ചെറിയ ചെറിയ അറിവുകൾ ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചെയ്യേണ്ട എന്താണ്? നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണം. അമ്പലത്തിലും ആശ്രമത്തിലും ഒക്കെ പോകണം, പ്രാർത്ഥിക്കണം. ശരിക്ക് ഏറ്റവും ലഘുവായ മന്ത്രമായ ഹരേ രാമ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കണം. ഇതൊക്കെ നിങ്ങൾ ചെയ്യണം. പക്ഷേ അതിനൊപ്പം ഞാനീ പറഞ്ഞ മെഡിറ്റേഷൻ നിങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നത് പോലെ ചെയ്യുക. രാവിലെയും രാത്രിയും 41 മിനിറ്റ് സമയം വച്ച് 41 ദിവസം, 41ന് വളരെ പ്രാധാന്യമുണ്ട്. എന്ത് പൂജ ചെയ്താലും ആ പൂജയുടെ ഫലം ശരിക്ക് ആ ദേവൻ്റെ മണ്ഡലത്തിലെത്തി അതിൽ നിന്ന് നമുക്ക് ഫലസിദ്ധി ഉണ്ടാവാൻ വേണ്ടി ഒരു മണ്ഡലം എടുക്കും 41 ദിവസം. അപ്പോൾ 41 ദിവസം 41 മിനിറ്റ് രാവിലെയും
41 മിനിറ്റ് രാത്രിയും. രാവിലെ സൂര്യൻ ഉദിച്ചതിന് ശേഷം 7 നാഴികയ്ക്കുള്ളിൽ 41 മിനിറ്റ് നേരം സൂര്യപ്രകാശത്തിൽ ഇരുന്നു കൊണ്ട് ശരിക്ക് കണ്ണടച്ച് ഏകാഗ്രമായി ചെയറിലിരുന്നാലും മതി. ഇരുന്നു കൊണ്ട് നമുക്ക് നിങ്ങൾ ഭഗവാനെ മാത്രം മനസ്സിൽ ഒരു മന്ത്രവും ജപിക്കണ്ട, ഹരേ രാമയും ജപിക്കണ്ട, പഞ്ചാക്ഷരിയും ജപിക്കണ്ട, ഒരു ദൈവത്തിനെയും വിളിക്കണ്ട. സാക്ഷാൽ ചിന്താലേശനെ മനസ്സിൽ കണ്ടുകൊണ്ട് ഭ്രൂമധ്യത്തിൽ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് വെറുതെ ഇരിക്കുക. ഭഗവാൻ നിങ്ങൾക്ക് നിർദ്ദേശം തരും. നിങ്ങളെ കർമ്മഫലങ്ങൾ ഭഗവാൻ കുറേശ്ശെ മാറ്റും. 41 ദിവസമാകുമ്പോൾ തന്നെ നമുക്ക് കൺട്രോൾ വരും. ഇതുപോലെ വൈകുന്നേരം സൂര്യൻ അസ്തമിച്ചതിന് ശേഷം 41 മിനിറ്റ് നേരം വെളിയിൽ, അതും പുറത്ത് തന്നെ ഇരിക്കണം. ആകാശത്ത് നോക്കി, അത് ചന്ദ്രനെയോ അല്ലെങ്കിൽ നക്ഷത്രങ്ങളെയോ ഒന്നുമില്ല, ആകാശത്തേക്ക് നോക്കി ഏകാഗ്രമായിട്ടിരുന്ന് കണ്ണ് തുറന്നിരിക്കണം. രാവിലെ കണ്ണടച്ചിരുന്ന് ഭ്രൂമധ്യത്തിൽ ശ്രദ്ധിച്ചിരിക്കണം. അതുപോലെ വൈകുന്നേരവും ഭ്രൂമധ്യത്തിൽ ശ്രദ്ധ വേണം. ആകാശത്തേക്ക് നോക്കി ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ച് ഇരിക്കുക, ഭഗവാന്റെ രൂപം മാത്രം. 41 ദിവസം നിങ്ങൾ ചെയ്യുമ്പം തന്നെ നിങ്ങളിലേക്ക് ദൈവീക ചൈതന്യം വന്നു ചേരും. നിങ്ങൾക്ക് ചില മുന്നറിയിപ്പുകൾ കിട്ടും. നിങ്ങൾക്ക് വരാൻ പോണ കാര്യങ്ങൾ, ഈ പ്രകൃതി മറ്റ് ശക്തികൾക്ക് കിട്ടുന്നത് പോലെയുള്ള അറിവ് നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങും. കമ്മ്യൂണിക്കേഷൻ കിട്ടിത്തുടങ്ങും. പ്രപഞ്ചശക്തി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ തരും. ഇത് ഞാൻ വീണ്ടും പറയാണ്, മത്സ്യമാംസാദികളോ ലഹരി സാധനങ്ങളോ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യരുത്. അപ്പോൾ ശുദ്ധമായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളെ ദുരിതം മാറും. ഇത് കുടുംബാംഗങ്ങൾ എല്ലാ പേരും കൂടി ചേർന്നിരുന്ന് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അല്ലാതെ ആരെങ്കിലും എനിക്ക് ഭാര്യയ്ക്ക് വിശ്വാസമില്ല, ഭർത്താവിന് വിശ്വാസമില്ല, മക്കൾക്ക് വിശ്വാസമില്ല, അങ്ങനെ ഒരാൾ ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ഫലം കിട്ടാതെ പോകും. കുടുംബം, ഞാൻ പറഞ്ഞു കർമ്മഫലം, കുടുംബത്തിനകത്ത് 4 പേരും കൂടി ചേർന്നതാണ് കർമ്മഫലം. അല്ലെങ്കിൽ എത്ര പേരുണ്ടോ അവരെല്ലാം കൂടി ചേർന്നതാണ് കർമ്മഫലം. ഇത് അന്തരീക്ഷത്തിലിരുന്നുകൊണ്ട്, വീട്ടിനകത്തിരുന്നുകൊണ്ടല്ല, പ്രകൃതിയിലിരുന്നു കൊണ്ട്, പ്രപഞ്ചശക്തിയെ കാണത്തക്ക രീതിയിൽ പുറത്തിരുന്നു കൊണ്ട് നിങ്ങൾ ഭഗവാനെ ഭജിക്കുക. ഭഗവാനെ ഭജിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ മന്ത്രം ഒന്നും ജപിക്കണ്ട, മനസ്സിൽ സങ്കല്പം ചെയ്തുകൊണ്ട് 41 മിനിറ്റ് നേരം 41 ദിവസം ചെയ്യുക. നിങ്ങളിലുണ്ടാകുന്ന മാറ്റം, അപൂർവപൂർണമായ മാറ്റം നിങ്ങൾക്ക് സംഭവിക്കും. നിങ്ങൾ മാറ്റം സംഭവിച്ചിട്ട് നിങ്ങൾ എന്നെ വിളിച്ച് പറയുക. നിങ്ങൾക്ക് ഈ ചാനലിലൂടെ തന്നെ വന്ന് സംസാരിക്കാൻ, നിങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഭഗവാൻ തരുന്ന നിർദ്ദേശങ്ങൾ, പ്രപഞ്ചത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്കറിയാൻ പറ്റും. കാരണം ഇതെല്ലാം ഭഗവാൻ പണ്ട് ഓരോ കുട്ടികളുടെ ദിവ്യദൃഷ്ടിയാൽ ഭഗവാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഭഗവാന്റെ ദിവ്യദൃഷ്ടി കൊണ്ട് അവരെ കാണിച്ചു കൊടുത്തതാണ്. ഇത് നമുക്ക് നമ്മളെ ദൃഷ്ടി തെളിയും. നമ്മളെ ദിവ്യദൃഷ്ടി ഇരിക്കുന്ന സ്ഥലമാണ് ഭ്രൂമധ്യം. അപ്പോൾ അവിടെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമുക്കിത് ചെയ്യാൻ. അപ്പോൾ ഇത് ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയുണ്ടാവും. നാമജപത്തിൽ പങ്കെടുക്കണം. എല്ലാ ദിവസവും ഈ മത്സ്യമാംസാദികൾ മതിയാക്കി ലഹരി സാധനങ്ങളും ഉപയോഗിക്കാതെ നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിലേക്ക് ചൈതന്യം കൂടും. വീണ്ടും വീണ്ടും നിങ്ങൾക്ക് നാമം പറയാനായിട്ട് കൂടുതലായിട്ട് ശക്തി തരും. എല്ലാ ദിവസവും പോകാൻ പറ്റും. പോകാൻ പറ്റാതിരിക്കുന്നതിൻ്റെ കാരണമാണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങളിലേക്ക് നെഗറ്റീവ് കൊണ്ട് അവിടത്തേക്ക് നിങ്ങളെ ആകർഷിക്കില്ല, നിങ്ങളെ വികർഷിക്കും. നിങ്ങൾക്ക് പോകാൻ തോന്നാതെ വരും. എത്ര കണ്ട് പിടിച്ചുകൊണ്ടിരുത്തിയാലും നിങ്ങൾ അവിടെ ഇരിക്കാതെ വരും. അതുകൊണ്ടാണ് ഈ 41 ദിവസം ചെയ്ത് നിങ്ങൾ അങ്ങോട്ട് പോയാൽ പിന്നെ മാംസാഹാരത്തോടു കൂടി നിങ്ങൾക്ക് ആർത്തി വരത്തില്ല. നിങ്ങൾ കഴിക്കാൻ പോകുമ്പം വിചാരിച്ചോളുക, ഇത് ഒരു ജീവിയെ കൊന്ന് അതിൻ്റെ ശവമാണ് തിന്നുന്നത് എന്ന് മനസ്സിലാക്കുക. ശവം തിന്നുമ്പോൾ ആ ശവമാണ് കഴിക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിക്കണം. നിങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല. ആ ജീവിയുടെ കർമ്മഫലമാണ് തിന്നുന്നു എന്ന് മനസ്സിലാക്കി തിന്നാൽ അതിന് ഒരു സ്വാദും വരത്തില്ല. നിങ്ങൾ പതുക്കെ അതിൽ നിന്ന് മുക്തി ഉണ്ടാവും. അപ്പോൾ എല്ലാ പേർക്കും ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് വിഷമമുള്ള കാര്യങ്ങളായിരിക്കാം. കാരണം ഇഷ്ടാഹാരം, ശവം തിന്നുകൊണ്ടിരിക്കുന്ന ഇഷ്ടാഹാരം വേണ്ടെന്ന് വയ്ക്കാൻ പറയുമ്പോൾ അത് പ്രയാസമുണ്ടാകുന്ന കാര്യമായിരിക്കാം. പക്ഷേ അതിൻ്റെ സത്യം നിങ്ങൾ മനസ്സിലാക്കുക.
ഈ പരമസത്യം, ഭഗവാൻ നിർദ്ദേശിച്ച സത്യം നിങ്ങളെ അറിയിക്കാതെ പോകുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ ചാനലിലൂടെ ഇത് പറയണത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ എല്ലാ പേരും മാറാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.